ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട് നമ്മുടെ മലയാളിയായ നിവിൻ പോളിയുടെ മാസ് എൻട്രി. എന്തായാലും ചിത്രത്തിന്റെ പുതിയ ക്യാരക്ടർ റിവീൽ വീഡിയോന്റെ റിവീലോട്ട് തന്നെ പോകാൻ നമുക്ക് നിമിഷമില്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. നമ്മുടെ നിവിൻ പോളിന്റെ ഒരു മാസ് എൻട്രി തന്നെയാണ് കാണാൻ സാധിച്ചത് ഒരു ക്യാരക്ടർ വീഡിയോയില്. നമ്മുടെ ലോകേഷ് കനകരാജ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ സംവിധായകനും അതുപോലെ തന്നെ റൈറ്ററും നമ്മുടെ ഭാഗ്യരാജ് കണ്ണനാണ്. അതുപോലെ തന്നെ രാഘവ ലോറൻസ് ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിക്കുന്നത്. സായി അഭ്യങ്കർ ആണ് സിനിമയിൽ ഗാനങ്ങളിൽ ഇറക്കിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. നമ്മുടെ നിവിൻ പോളിയാണ് ചിത്രത്തിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഡബിൾ റോളിലാണ് വരാൻ പോകുന്നത്, ട്വിൻസ് ആയിട്ട് നമ്മുടെ നിവിൻ പോളി ഈ ചിത്രത്തില്. ക്യാരക്ടർ വീഡിയോ നോക്കുകയാണെങ്കിൽ റൊളക്സ് അണ്ണനെ പോലെ തന്നെ ഒരു റെഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ. ഇപ്പൊ ലുക്ക് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമേന്റെ, അല്ലെങ്കിൽ നമ്മുടെ ശങ്കർ അതുപോലെ തന്നെ കമൽഹാസന്റെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ SJ സൂര്യക്ക് ഒരു കിടിലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സ്വർണം കൊണ്ട് പൂശിയ ഒരു ക്യാരക്ടർ. അതിനേക്കാളും ഒരു എക്സ്ട്രീം വേർഷൻ ആണ് നമ്മുടെ നിവിൻ പോളിനെ ഈ ഒരു സിനിമയിൽ ഇവര് ക്യാരക്ടറിന് ഗെറ്റപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു സ്വാഗും അദ്ദേഹത്തിന്റെ ആ ഒരു റോളും സത്യം പറഞ്ഞാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു റോളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. റിച്ചി സിനിമയിലൊക്കെ ചെറുങ്ങനെ ഒരു ചെറിയൊരു ഡാർക്ക് ഉണ്ടെങ്കിലും ഇത്രയും ഡാർക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ പോലും ഒരു ചെറുങ്ങനെ കോമഡി ആയി പോലെ ഫീൽ ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ട്വിൻ ബ്രദറിന്റെ ആ ഒരു സ്പീച്ച് ഒക്കെ. എന്നാൽ പോലും ഒരു മാരക സാധനമാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. അതൊരു മലയാളിക്ക് ഇതൊക്കെ കഴിയും. നിവിൻ പോളിക്ക് ഒരു കംബാക്ക് ആവശ്യമാണ്. ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ലക്കുള്ള ഒരു വർഷം തന്നെയാണ്. 18 വർഷത്തെ കാത്തിരിപ്പ് വരെ സംഭവിക്കുന്ന ഒരു വർഷമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. എന്തായാലും ചിത്രത്തിൽ നമ്മൾ നിവിൻ പോളി വരികയാണ്. വാൾട്ടർ എന്ന കഥാപാത്രമായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു കിഡിലൻ വില്ലനായിട്ടാണ് വരാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഒരു പ്രൊമോ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാഘവ ലോറൻസിന്റെ ഒരു പ്രൊമോ വീഡിയോ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബൈക്കിൽ പോകുന്ന നമുക്കറിയാം, ഒരു ഹെൽമെറ്റ് വെച്ചിട്ട്. അപ്പൊ ഹെൽമെറ്റിനെ കുറിച്ച് ഇവിടെ റെഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ആ ചെങ്ങൈന്റെ പേര്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ ട്വിൻ ബ്രദറായ നിവിൻ പോളി. എന്തായാലും ഒരു വാൾട്ടർ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ റൊളക്സിന്റെ ഒരു വേറൊരു വേർഷൻ, പക്ഷെ റൊളക്സ് അല്ല, ഒരു ചുറ്റിക വിത്ത് ഒന്നും പറയാനില്ല. എന്തായാലും തിയേറ്ററുകളിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പ്രൊമോ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ BGM ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. BGM എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് ഇയർഫോൺ ഇല്ലാതെയാണ് കേട്ട് നോക്കിയത്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി 2-3 തവണ കണ്ടപ്പോൾ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി കണ്ടപ്പോൾ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു മ്യൂസിക് സത്യം പറഞ്ഞാൽ നമ്മുടെ അനിരുദ്ധ് അതുപോലെ തന്നെ ഇനി ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരൊക്കെ ഇപ്പൊ നിലവിലെ ഒരു ട്രെൻഡിങ് ആയ ഒരു സോങ്ങിന്റെ റെഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഇൻസ്പയർ ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെയാണ് റീമേക്ക് ചെയ്തിട്ടാണ് പുതിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് കൂളിയിലെ ആ ഒരു സോങ് പവർ ഹൗസ്. പക്ഷെ ഇവിടെ ഒരു മ്യൂസിക് സംവിധായകൻ അദ്ദേഹത്തിന്റെ പുതിയ രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റലായ പുതിയ ട്രാക്സ് അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ആണ് കൊണ്ടുവരുന്നത് ഈ ഒരു സിനിമയില്. എന്തായാലും വരും സിനിമകളിലും ഇതേപോലത്തെ ഫ്രഷ്നെസ് ലഭിക്കട്ടെ. പക്ഷേ ഒരു ഹൈ മൊമെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫ്രഷ്നെസ് ആയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ ഒരു പ്രൊമോ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത് പേഴ്സണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ. എന്നാൽ പോലും അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുന്ന ഒരു ടീസർ റിവ്യൂവിന്റെ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് നിമിഷം എല്ലാവരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ.